ഇല്ല, ഇതിൻ്റെ അകത്ത് വിജയത്തിൻ്റെയോ തോൽവിയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പോൾ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് 90 വയസ്സേ അപ്പനും അമ്മയാണ്. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ 10 ദിവസം താമസിക്കുക. അപ്പനുള്ള ആരോഗ്യമില്ല. പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് 2 ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി. വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത്. ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂർ വന്നപ്പം ഒരു വഴി തിരിച്ചു പോയി. ഞാൻ ഒരിടത്ത് പോയി 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു. കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത്. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു. ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞു പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ശരിയാണ്, എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വഴിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട്, ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല, നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നോട് പോലീസ് സ്റ്റേഷനൊക്കെ വളരെ മാന്യമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അവരതിന് ശേഷം എന്നെക്കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു. അതിനകത്ത് കുറേ സെക്ഷൻസ്, എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല, പുതിയത്. ഇപ്പോൾ എന്തായാലും IT 67 ഉണ്ടെന്ന് കണ്ടു. 67 എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം. ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് കേസ് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ വാസ്തവം. അങ്ങനെ എന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ്, മര്യാദയ്ക്കാണ് പെരുമാറിയത്. ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അതിന് ഉടുപ്പിടാത്ത ആളിന് കസേര ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഈ പരാതിക്കാരിയെ താങ്കൾക്ക് അറിയാമോ? ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ. ഇയാൾ എന്തോ ഒരു കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ്, ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം, അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ്. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു. ഷാനി, ഇത് ആദ്യമായിട്ടല്ല താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ, അപകീർത്തി പരാമർശം നടത്തുന്നുള്ള കേസ്, നിരവധി കേസുകളുണ്ട്. ജാമ്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രീതം മാത്രമാണെന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നെങ്കിൽ അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെപ്പോലെ അഗ്രസീവല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അറിയില്ല, ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഇരയുടെ പേര് പോലും പറയാത്തത്. കാരണം ഇരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത്. എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും, പക്ഷേ ഉപാധി ഇപ്പോൾ തന്നിട്ടില്ല. നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത്. എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല. നാളെ കോടതി വിധി. അല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ്. എനിക്കതൊന്നെ ഡീറ്റെയിൽസും അറിയത്തില്ല. മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്, ഒരുപാട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ DGP അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട്. കാരണം അദ്ദേഹം DGP ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു 10,000 പോലീസുകാരെ വെക്കുകയും 1023 കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു, സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ, ഞാനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല, DGP ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കും. അത്ര ഉപകാരം, ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേബാഷ് എന്താണ് പേര് പോലും ഇരിക്കുന്നത്, സാഹിബ്. അപ്പോൾ അങ്ങേരുടെ ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം. അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം, അവരൊരു ഈ വൃത്തികെട്ട് കൂട്ടു നീക്കും തോന്നില്ല. പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേങ്കിൽ പിണറായി ആവണമെന്നില്ല, ഈ DGPയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ 2 ദിവസം ജയിലിൽ അടയ്ക്കുന്ന അയാളുടെ ഒരു വാശിയാവാം. താങ്ക് യു.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.